പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ വൈകിട്ടോടെ ആരംഭിച്ച മഴയ്ക്ക് ഇതുവരെയും ശമനമായിട്ടില്ല. മഴ തോരാതെ നിന്നാൽ വീണ്ടും നദികളിൽ വെള്ളം പൊങ്ങുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. തിരുവല്ല, മല്ലപ്പള്ളി തുടങ്ങിയ പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് നിലവിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾ ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് മാറി തുടങ്ങിയിട്ടുമുണ്ട്. പ്രസാദ് എം ജി ചേരുന്നു വിവരങ്ങളുമായി. പ്രസാദ്, ഏതായാലും വീണ്ടും പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് ഒരു ശമനമായിട്ടില്ലെങ്കിലും പല പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങി തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ആശ്വാസകരമായ വിവരം എന്ന് പറയുന്നത് പല ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ആശങ്കയായിട്ട് തന്നെ ദീപ്തി, ഇപ്പോഴും കഴിഞ്ഞ തീവ്ര മഴയ്ക്ക് സമാനമായി തന്നെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ആരംഭിച്ച ആ മഴ ഇതുവരെയും പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല. പല പ്രദേശങ്ങളിലും ശക്തമായി തന്നെ മഴ ലഭിക്കുന്നുണ്ട്. വൃഷ്ടിപ്രദേശത്തും മഴ ലഭിക്കുന്നതാണ് ഇപ്പോൾ ആശങ്കയ്ക്ക് കാരണമാകുന്നത്. കിഴക്കൻ മലയോര മേഖല ആ പ്രദേശത്തെ മഴ ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും ഉത്ഭവിക്കുന്ന പമ്പാ നദി, അച്ചൻകോവിൽ, മണിമലയാറ്റിൽ വെള്ളം പൊങ്ങുമോ എന്നുള്ള ഒരു ഭീതിയിൽ ഇപ്പോൾ ക്യാമ്പുകളിൽ നിന്നും വീടുകളിൽ വന്നവർ ഭയത്തോടു കൂടിയാണ് കാണുന്നത്. നിലവിൽ ഇപ്പോൾ പ്രധാന നദികളിലെ വെള്ളപ്പൊക്കത്തിന് സമാനമായ രീതിയിലൊന്നും വെള്ളം ഉയരുന്നില്ല. ഒഴുകിയ വെള്ളം, നദിയിലുള്ള വെള്ളം തന്നെ ഇപ്പോൾ ശക്തമായി തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകിപ്പോകുന്നുണ്ട്. ഇന്നലെ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേകമായിട്ടൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും അതുപോലെ തന്നെ ഉരുൾപൊട്ടലിനും സമാനമായ രീതിയിൽ മഴ നിർത്താതെ പെയ്തു കഴിഞ്ഞാൽ മണ്ണിടിച്ചിലുണ്ടാകാനോ ഉരുൾപൊട്ടാനുണ്ടാകാൻ സാഹചര്യമുണ്ട്. ഈ മലയോര മേഖലയിൽ താമസിക്കുന്നവർ ഇങ്ങനെ എന്തെങ്കിലും ഈ മലയോട് ചേർന്ന് താമസിക്കുന്നവർ വിള്ളലോ മറ്റ് ജലാശയങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറെ അറിയിക്കുക. ദുരന്ത നിവാരണ അതോറിറ്റി മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിൽ കൂടി തരുന്ന മുന്നറിയിപ്പ് പരിഗണിച്ചുകൊണ്ട് മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക, നദികളിലേക്ക് ഇറങ്ങുന്നതിൽ ജാഗ്രത, അങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലയിലെ മൊത്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റാന്നിയിലും ആറന്മുളയിലും ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് വന്നവർക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ത്രിതല പഞ്ചായത്തുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് ദീപ്തി നൽകുന്നത്. ദീപ്തി, മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ആറന്മുളയിലും കോഴഞ്ചേരിയിലുള്ള ഒരു വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ക്യാമ്പിൽ കഴിഞ്ഞ് വീടുകളിലെത്തിയവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് തന്നെ ഈ ത്രിതല പഞ്ചായത്തുകൾക്ക് ഒരു വെല്ലുവിളിയാണ്. കാരണം ഈ കൂലിവേല ചെയ്ത് അന്നത്തെ അന്നം എത്തുന്നവർക്ക് ഇപ്പോൾ ഒരു കൂലിവേലയ്ക്കുള്ള ഒരു സാഹചര്യം നിലവിലില്ല. ഇപ്പം കൃഷിയെടുത്ത് ജീവിക്കുന്നവർക്ക് പാടങ്ങളിലെല്ലാം വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആരും ഇവരെ ജോലിക്ക് മറ്റും വിളിക്കുന്നില്ല. അതുകൊണ്ട് ഒരു മാസം തന്നെ ഇവരുടെ വീടുകളിൽ കഴിയാവുന്ന ഭക്ഷണ കിറ്റുകൾ ഇപ്പോൾ വിതരണം ചെയ്യാനാണ് കോഴഞ്ചേരിയിലെയും ആറന്മുളയിലെയും പഞ്ചായത്ത് അധികൃതരും അതുപോലെ സന്നദ്ധ സംഘടനകളും വിവിധ സാംസ്കാരിക സംഘടനകളൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് വില്ലേജ് ഓഫീസറുടെ കിട്ടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വാർഡുകളിലും ഇപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിക്കുന്ന ഒരു തിരക്കിലാണ്. ഇതിനോടൊപ്പം തന്നെ ഈ കോഴഞ്ചേരിയിലെയും ആറന്മുളയിലെയും പ്രാന്തപ്രദേശങ്ങൾ, അതായത് കോയിപ്പുറം, പൂവത്തൂര്, മല്ലപ്പുഴശ്ശേരിയുടെ പടിഞ്ഞാറ് മേഖലകളിൽ അവിടെയൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാത്തത് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സമാകുന്നുണ്ട്. ബാക്കി ഈ ആറന്മുളയിലെയും പിന്നെ റാന്നിയിലെയും വെള്ളം ഒഴിഞ്ഞുപോയ സ്ഥലത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ന് 4ാം ദിവസത്തേക്ക് കടക്കുകയാണ്. ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ളവയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ ഇനിയും നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഈ പ്രളയക്കെടുതി രൂക്ഷമായിട്ടുള്ളത് തിരുവല്ലയിലും മല്ലപ്പള്ളിയിലുമാണ്. മല്ലപ്പള്ളിയിൽ അല്പം ഈ അച്ചൻകോവിൽ മണിമലയാറ്റിൽ വെള്ളം കുറഞ്ഞത് മല്ലപ്പള്ളി താലൂക്കിൽ അല്പം ആശ്വാസം പകരുന്നുണ്ടെങ്കിലും ഈ അപ്പർ കുട്ടനാടൻ, ഈ പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള തിരുവല്ലയുടെ പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള വിവിധ പഞ്ചായത്തുകൾ, നിരണം, കടപ്പുറ, ഈ 2 പഞ്ചായത്തുകളിലെ പടിഞ്ഞാറൻ മേഖലയായ തോട്ടടി, നിരണം വെസ്റ്റ്, ഡക്ഫാം പടി, കാട്ടുനിലപ്പടി, മുകളടി സ്കൂള്, അങ്ങനെ നിരണത്തിൻ ഈ തിരുവല്ലയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്.
കാരണം ഈ ഭാഗങ്ങളിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഇവിടേക്കുള്ള ഒരു 5-6 ക്യാമ്പുകളിൽ വെള്ളം ഈ നദിയുമായി ഒരുമിച്ച് ചേരുന്ന അവസ്ഥയായതിനാൽ അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കോ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കോ ഒരു തടസ്സം നേരിടുന്നതായിട്ട് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ തിരുവല്ലയ്ക്ക് ഇന്നലെ റവന്യൂ മന്ത്രി ഈ തിരുവല്ലയിലെയും മല്ലപ്പള്ളിയിലെയും ക്യാമ്പുകൾ സന്ദർശിച്ച് ഈ 2 താലൂക്കുകൾക്ക് ഒരു പ്രത്യേക പാക്കേജ് ലഭ്യമാക്കുമെന്നുള്ള ഒരു ഉറപ്പും കൂടെ നൽകിയിട്ടുണ്ട്. നിലവിൽ അവിടെ ഇപ്പോൾ 6000-ലധികം ആളുകളാണ് വിവിധ ക്യാമ്പുകളിലായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ മഴ ഇന്നലെ മുതൽ തന്നെ ഈ നിർത്താതെ പെയ്യുന്നത് ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും അതിനോടൊപ്പം തന്നെയുള്ളവർക്കും ആശങ്ക വളരെയധികം ഒരു ഭീതിയോടുകൂടിയാണ് കാണുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ്, അതായത് ജൂലൈ 30-ാം തീയതി രാത്രിയിൽ മണിക്കൂറുകളോളം നിർത്താതെ പെയ്ത മഴയാണ് ഈ റാന്നിയെയും ആറന്മുളയെയും പ്രളയത്തിന് അതേ രീതിയിൽ തന്നെ കടന്നുപോയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇന്നലെ പെയ്ത മഴ ഇപ്പോഴും നിർത്താതെ പെയ്യുന്നത് വളരെയധികം ഭീതിയോടുകൂടിയാണ് കാണുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരികെ ഈ ക്യാമ്പുകളിൽ എത്തുന്നവർക്ക് അതിനോടൊപ്പം തന്നെ എല്ലാം ഈ ത്രിതല പഞ്ചായത്തിൽ ഏകോപിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷെങ്കിൽ ഈ നിർത്താതെ പെയ്യുന്ന മഴയാണ് ഇപ്പോൾ ഇവർക്ക് ഒരു ആശങ്കയും വെല്ലുവിളിയുമാകുന്നത്. ദീപ്തി, ശരി, എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ മഴയ്ക്ക് ശമനമായിട്ടില്ല. മഴ തോരാതെ നിന്നാൽ വീണ്ടും നദികളിൽ വെള്ളം പൊങ്ങും എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. തിരുവല്ല, മല്ലപ്പള്ളി തുടങ്ങിയ പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നും നിലവിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം ഇറങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾ ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് മാറി തുടങ്ങിയിട്ടുമുണ്ട്. പ്രസാദ് എംജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലെ കൂട്ടാർപ്പുഴ അസാധാരണമായ രീതിയിൽ പതഞ്ഞൊഴുകുന്നു.